ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയെടുത്താലോ. ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെയൊക്കെ രാവിലെ കഴിക്കാൻ പറ്റും ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഓപ്ഷനിലാണ്, വേണ്ടുന്നവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 2-3 അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു സവാളയാണ് കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യാനുസരണം നമുക്ക് 1-2 സവാള എടുക്കാവുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള പൊട്ടറ്റോ ആണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ക്യാരറ്റും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസാണ്, അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3-4 ബീൻസും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പൊടികളായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പച്ചക്കറികൾക്ക് വേവാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാഷ്യൂനട്ടാണ്, ഒരു 10 കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം, തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചക്കറികൾക്ക് നല്ലവണ്ണം വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളമാണ് ആവശ്യമുള്ളത് അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും കറി ഒന്ന് കുറുകി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മേലെ തൂവി കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.